നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിംഗ് കമാൻഡർ പരമേശ്വരനെയാണ്. അദ്ദേഹം സ്വന്തം നിലയ്ക്ക് മിയാവാക്കി ഫോറസ്റ്റ് ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിയാവാക്കി ഫോറസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനായാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ അതിലൊരു തമാശ, അദ്ദേഹത്തിൻ്റെ ഫോറസ്റ്റിനേക്കാൾ എനിക്ക് ആകർഷകമായി തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വീടാണ്. സസ്റ്റൈനബിലിറ്റി എന്ന തീം, അതായത് സുസ്ഥിര വികസനം എന്ന തീം എല്ലാവരും പറയുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലും മറ്റും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനമാക്കി ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് നടപ്പിലാക്കിയ ഒരാളാണ് ശ്രീ പരമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിത പരമേശ്വരൻ ചേർന്ന് വെച്ച ഈ വീട് പഴയ സാധനങ്ങളുടെ പുനരുപയോഗം, ജല പുനരുപയോഗം, അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇത്തരം ആശയങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വീട് നിർമ്മിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മിയാവാക്കി ഫോറസ്റ്റിനെ പരിചയപ്പെടുന്നതോടൊപ്പം നമുക്ക് ആ വീടും പരിചയപ്പെടാം. ഇതിപ്പോൾ നമ്മളിവിടെ ഉള്ള മരങ്ങൾ വെട്ടാതെ ഒരു മിയാവാക്കി വെച്ചതാണല്ലോ. അതെ. അപ്പോൾ എനിക്ക് ഒരു ആദ്യം ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഇന്ത്യയിലെ ഒരുമാതിരി വലിയ സിറ്റികളിലൊക്കെ ജീവിച്ചിട്ട് ഒടുവിലിപ്പോൾ ഇവിടെ റിട്ടയർ ചെയ്ത ശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ പുതുതായിട്ടൊരു വീട് വെക്കുന്നു, കാട് വെക്കുന്നു, ഇതെല്ലാം കൂടെ ഒരു പക്ക ഒരു കേരളീയ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? കാരണം നമ്മളിപ്പോൾ വേറൊരു സിറ്റിയിൽ കുറേ കാലം ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ പലതും ഇവിടെ കിട്ടില്ല. എല്ലാമൊക്കെ കിട്ടും നമ്മൾ പറയുമെങ്കിലും പല കാര്യങ്ങളും നമുക്കിപ്പോൾ എയർപോർട്ടിലേക്കുള്ള ആക്സിബിലിറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാംഗ്ലൂർ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് എയർപോർട്ടിൽ പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വന്ന ഒരു സ്ഥലത്ത് തങ്ങാനുള്ള ഒരു കാരണം? ബേസിക്കലി ഞാനൊരു കാർഷിക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അത് ഞാൻ വളരെ സന്തോഷിച്ചും ആഹ്ലാദത്തോടും കൂടി ചെയ്തിരുന്ന, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തിരുന്ന ആക്ടിവിറ്റി ആയിരുന്നു കാർഷിക വൃത്തി. അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ഓരോ ആവശ്യത്തിനായിട്ട് പഠിത്തം കഴിഞ്ഞ് എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരണം എന്നുള്ളതായിരുന്നു എൻ്റെ എപ്പോഴത്തെയും ഒരു സ്വപ്നം. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിന് ചുറ്റും മരങ്ങൾ വയ്ക്കുകയും ഹോസ്റ്റലിന് ചുറ്റും കുട്ടികൾ തന്നെ ഇറങ്ങി ചെയ്യുകയും. ടീച്ചറിന്റെ സ്റ്റുഡന്റുകളാണോ? തങ്കമണി ടീച്ചറിന്റെ സമയത്തില്ല, അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങി. എനിക്കറിയാം, ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ആണ് തങ്കമണി ടീച്ചർ. ആണോ? ടീച്ചർ ആദ്യം അവിടെ ഉണ്ടായിരുന്നു, പിന്നെ വേറെ എവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വന്നു. അന്നേരം അത് കഴിഞ്ഞിട്ട് എയർഫോഴ്സിൽ നിന്ന് നേരത്തെ വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തു കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരണം എന്നുള്ളതായിരുന്നു കാര്യം. പിന്നെ പേരൻസൊക്കെ പ്രായമായി. അപ്പോഴത്തേക്ക് നാട്ടിലേക്ക് വന്ന് കുറച്ച് കൃഷി തുടങ്ങി ഒരു വീട് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. നാട്ടിലെ നമ്മുടെ നാടൻ സ്റ്റൈൽ, ഒരു കേരളീയ ശൈലിയിൽ. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പത്മകുമാർ, എൻ്റെ ഇയർമേറ്റാണ്, ആർക്കിടെക്ട്. അവനാണിത് എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തത്. കോസ്ഫോർഡാണിത് ഉണ്ടാക്കി തന്നത്. അതുപോലെ തന്നെ ഈ വീട്ടിൽ എനിക്ക് വാട്ടർ റീസൈക്ലിംഗ് ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ ചെയ്യുന്ന ഈ നട്ടിരിക്കുന്ന മരങ്ങൾക്ക് പ്രധാനമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റീസൈക്കിൾ വാട്ടറാണ്. ഓ, അത് ശരി. ഞാൻ വീട്ടിലെ വാട്ടറിനെ റീസൈക്കിൾ ചെയ്തിട്ട് ടോയ്ലറ്റിൽ നിന്ന് കമോഡിൽ അല്ലാതുള്ള വെള്ളമെല്ലാം, ബ്ലാക്ക് വാട്ടർ അല്ല, ഗ്രേ വാട്ടർ എല്ലാം കൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അത് ജയഗോപാൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എറണാകുളത്ത് താമസിക്കുന്ന. അതെ. അപ്പോൾ ഇതൊരു ടോട്ടൽ സിസ്റ്റമാണ്. അതായത് ലോ കോസ്റ്റ് ഒരു വീട് ഉണ്ടാക്കുന്നു, വാട്ടർ റീസൈക്ലിംഗ് ചെയ്യുന്നു. സോളാർ എനർജി ഉണ്ടോ? ഇല്ല, സോളാർ എനിക്ക് പറ്റത്തില്ല. കാരണം മരങ്ങൾ കൂടുതലായി, അന്നേരം അതുകൊണ്ട് അത് കോസ്റ്റ് എഫക്റ്റീവ് ആവില്ല എന്ന്. ഈ മരങ്ങളെല്ലാം ഇവിടെ വന്നതിന് ശേഷം വെച്ചുപിടിപ്പിച്ച മരങ്ങളാണോ? അത് നേരത്തെ രണ്ട് മരങ്ങൾ നേരത്തെ നിൽക്കുന്നു. ഈ പുളി എന്ന് പറയുന്നത് ഒരു 100 വർഷം പഴക്കം ഉണ്ടാവും. ഈ കൂവളം എന്നെക്കാളി പഴക്കം ഉണ്ടാവും. ആഞ്ഞിലിയും ഒക്കെ 2 ആഞ്ഞിലി ഉണ്ട്. മാവും കുറച്ച് പ്രായമുള്ളതാണോ? അല്ല, അതൊക്കെ ഞാൻ എന്റെ ചെറുപ്പത്തിലെ എന്നാലും 50 വർഷം 40 വർഷം. അതെ. ബാക്കിയെല്ലാം പുതിയതായിട്ട് വന്ന മരങ്ങളാണ്. അപ്പൊ ഞാൻ നമ്മളെ സംസാരിച്ച് ഓർക്കുന്നുണ്ട്, ഈ മരങ്ങൾ വെട്ടാതെ ഒരു മിയാവാക്കി വെക്കാൻ പറ്റുമോ എന്നുള്ളതാണെന്ന് താങ്കൾ ചോദിച്ചുകൊണ്ടത്. ഞാനത് പിന്നെ അത് കഴിഞ്ഞിട്ട് 3-4 വർഷം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത ഈ 2022 മറ്റാണ് ഞാനൊരു മരമുള്ള ഒരു സ്ഥലത്ത് പക്കായിട്ടൊരു ഫോറസ്റ്റ് വെച്ച് നോക്കുക, മരങ്ങളെ ട്രിം ചെയ്തിട്ട്. താങ്കൾ അതിന് വളരെ മുമ്പേ തന്നെ ചെയ്തു അല്ലേ? 2021 ചെയ്തു. ഇത് 4 വർഷത്തെ വളർച്ചയാണ്. 4 വർഷത്തെ കൊണ്ട് ഇത് നല്ല ഒരു വളർച്ചയാണ്. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഫീൽ കിട്ടുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ അങ്ങേ സൈഡിൽ നോക്കിയിട്ട് ഈ കാട് കണ്ടിട്ടാണ് ഈ വീട് ഐഡന്റിഫൈ ചെയ്തത്. പലരും അങ്ങനെയാണത്, ടണലിനാണ് വീട്ടുപേരും. അപ്പൊ ഇതും അതുപോലെ തന്നെ ഈ വീട് വെക്കുന്നതിനകത്ത് ഈ റീസൈക്ലിങ്ങിന്റെ കുറെ എലിമെന്റ്സ് ഉപയോഗിച്ചിട്ടില്ലേ? ഏതെങ്കിലും ഒന്നെണ്ണമൊക്കെ ഒന്ന് പറയാൻ നോക്കുമോ? ഈ തൂണുകൾ 14 തൂണുകളുണ്ട്. ഇതെല്ലാം കല്ല് വാങ്ങിച്ച തൂണ് അല്ലേ? ഈ പഴയ ഏതോ ഒരു കൊട്ടാരത്തിന്റെയോ ഏതോ ഒരു സ്ട്രക്ചറിന്റെയോ ബാക്കിയാണ്.
ഈ ചവിട്ടി കയറുന്ന പടി ആ ഇതൊരു കഴിഞ്ഞ 200 വർഷം മുമ്പെങ്കിലും എൻ്റെ പഴയ വീട്ടിലെ എരുത്തിലിൽ ഉപയോഗിച്ചിരുന്നതാണ്. പശുക്കൂട്ടിൽ ഉപയോഗിച്ചിരുന്ന പശുക്കൂട്ടിൽ ഉപയോഗിച്ചിരുന്ന കല്ലാണ്. അതുപോലെ ഇഷ്ടിക എല്ലാം പഴയ വീടുകൾ പൊളിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചതാണ്. ഇതിന്റെ ബേസ്മെന്റിലെ കല്ല് പഴയ വീടുകൾ പൊളിച്ച് അതിന്റെ ബേസ്മെന്റിൽ നിന്ന് എടുത്തിട്ടുള്ള കല്ലുകളാണ്. ഈ സാധനങ്ങളെല്ലാം കൂടെ ശേഖരിക്കാൻ എത്ര കാലം വേണ്ടി വന്നു? എനിക്ക് ഒരു ഭാഗ്യത്തിന് എനിക്കൊരു ആള് ഇതേ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയ വീട് വെക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എബ്രഹാം. അദ്ദേഹം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അദ്ദേഹം സോഴ്സസ് എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് എനിക്ക് വളരെ ഈസിയായി എൻ്റെ. കാരണം കേരളത്തിൽ മാത്രമേ ബാംഗ്ലൂരിൽ ഞാൻ കാണുന്ന ഒരു കാര്യം വെച്ചാൽ നടക്കുന്ന വഴിയിലെല്ലാം തന്നെ വലിയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയാണ്, എന്നിട്ട് വീണ്ടും പുതിയ വീട് വെക്കുകയാണ്. അതായത് ഒരു 10-15 വർഷമായ കെട്ടിടങ്ങൾ പോലും പൊളിച്ചിട്ട് വേറെ വീട് വെക്കുന്ന കാഴ്ച ഇപ്പോൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പുനരുപയോഗം എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും പറയുന്ന ആരും അത് ചെയ്യുന്നില്ല. വീട് വെക്കുമ്പോൾ എപ്പോഴും ഏറ്റവും പുതിയ മെറ്റീരിയൽ മേടിച്ച് ഒരു 100 വർഷത്തേക്കെന്നുള്ള പ്ലാനിൽ വെക്കുകയും 15 വർഷം കഴിഞ്ഞ് പൊളിച്ച് കളയുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിട്ടിട്ട് പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ ഇത് വീടുകാരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുമല്ലോ പൂർണ്ണമായിട്ടും. അവിടെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് ലോറി ബേക്കർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെയാണ്. മിനിമലിസം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് പ്രാവർത്തികമാക്കാൻ നമ്മളെ എങ്ങനെ ചെയ്യാം നമുക്ക് പറഞ്ഞു തന്ന മനുഷ്യനാണ് ലോറി ബേക്കർ. ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ അന്ന് ആ വീട് സ്വീകരിച്ചവരെല്ലാം സമൂഹത്തിൻ്റെ ഏറ്റവും ഒരു ഇൻ്റലക്ച്വലി ഉയർന്ന തട്ടിലുള്ള ആളുകളാണ്. ഇപ്പോൾ ഡോക്ടർ KN രാജും അവിടുത്തെ ബാക്കി സയൻറ്റിസ്റ്റുകളും ഇങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം അടുത്ത ജനറേഷൻ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പോവുകയോ ചെയ്തുകൊണ്ട് ആ വീടുകൾ മിക്കവാറും എല്ലാം പൊളിച്ച് കളയേണ്ടി വന്നു. ഇപ്പോൾ ആ CDSന്റെ വലിയൊരു ബിൽഡിങ്, മറ്റേ നിങ്ങളുടെ എയർ കമാൻഡ് തന്നെ മറ്റേ ചിത്രലേഖ സ്റ്റുഡിയോ അങ്ങനെ എങ്കിലും പേര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ CDSൽ ഇപ്പോൾ ഞാൻ ഒരു സെമിനാറിന് പോയത്, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ വീടും മിയാവാക്കിയുമായിട്ടുള്ള ഒരു ബന്ധം, അതായത് ഇത്തരം ഒരു വീടിന് ചുറ്റും ഒരു മിയാവാക്കി വന്നാലുണ്ടാകുന്ന ഒരു മാറ്റം കാണാൻ പറ്റിയത്. അത് കേൾക്കുന്നുണ്ട്. അല്ല, ഇത്തരം ഒരു വീടിന് ഈ മിയാവാക്കി ഞാൻ ശരിക്കും കാട്ടിനടുക്ക് ഒരു ചെറിയ വീട് വെച്ചാണ് ഇരിക്കുന്നത്, പുളിയർക്കോണത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഈ കോസ്മോഡിന്റെ ആ ഒരു സെന്റർ അവിടെ ഉണ്ട്, അതിനടുത്ത് വെള്ളശാലയുണ്ട്. ഞാൻ അവിടെ പോയായിരുന്നു. പ്രൊഡക്ഷൻ സെന്റർ അല്ല അവർക്കൊരു സെന്റർ പോലെ ഓഫീസ് അവിടെ ഇതിലുണ്ട്, ബേക്കർ മെമ്മോറിയലോ എന്തായിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലൊരു ആംബിയൻസ് ഉണ്ട് ഇതുകൊണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ വന്നൊരു സാധനം ഞാനിപ്പോഴാണ് ഇത്രയും വിശാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കാണുന്നത്. ഈ മരം വെട്ടിയിട്ട് കാട് വെച്ചപ്പോൾ എന്തൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒന്ന്, മരം എപ്പോഴും അതിന്റെ ബ്രാഞ്ചസ് ഇങ്ങനെ പൊട്ടി വലുതായിക്കൊണ്ടിരിക്കും. അന്നേരം താഴെയുള്ള മരങ്ങൾക്ക് വെയിൽ കിട്ടാതെ വരും. അന്നേരം പ്രൂണിങ് ഒരു വളരെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. അത് ചെയ്യുന്നുണ്ടെ നമ്മൾ നട്ട മരങ്ങളും പലതും ഒടിഞ്ഞു പോകും, പിന്നെ അതിനെ റിപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിന്റെ വേര് വളരെ സ്ട്രോങ് ആണ് പഴയ മരങ്ങളുടെ. അന്നേരം വളം കൂടുതൽ ഇടേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് വളം പമ്പ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഇത് കൂടുതൽ വളരുകയും ചെയ്യും, മറ്റേ നമ്മൾ വെച്ച മരങ്ങളെക്കാൾ കൂടുതൽ വളരും. അപ്പോൾ കുറെ ചലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനിടയ്ക്കൂടെ എല്ലാം ഇങ്ങനെ ഒരു സാധനം ഓടിച്ചെടുക്കാൻ പറ്റി അല്ലേ? ഹരിയുടെയൊക്കെ സപ്പോർട്ട്. എനിക്ക് തോന്നുന്നത് പട്ടാള ട്രെയിനിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മുമ്പോട്ട് പോവുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഒരു വിൽ പവറൂടെ വേണമല്ലോ അതിന്. അതുപോലെ ഈ ബേഡ്ചെറി വീട് വെച്ചിരിക്കുന്നത് പലരും ഈ ബേഡ്ചെറി വെക്കാറില്ല, അങ്ങനെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്തൊരു മരമൊന്നും. ഇപ്പൊ ഈ 2-3 ബേഡ്ചെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിക്ക് വലിയൊരു ആശ്വാസമാണ്. എന്തിനു വേണ്ടി കിളികളാണെന്നറിയോ? ഈ പ്രയോജനം എന്നുള്ള ഒരു വലിയ ഒരു ക്വസ്റ്റ്യനബിൾ സാധനം. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ റോഡിലെ റിലേറ്റീവ്ലി ശബ്ദം ഇവിടെ അധികത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് ദൂരത്തിൽ മരം കുറെ സൗണ്ട് അബ്സോർബ് ചെയ്യും, വെയില് നല്ലപോലെ കുറയും. ഈ വെളിയിൽ നിന്നൊക്കെ വരുന്ന ആളുകളകത്തേക്ക് കയറിയിട്ട് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ഒരു 4 ഇടയ്ക്ക് എനിക്ക് ശരിക്കും വെയിലിനേക്കാൾ കൂടുതൽ കാഴ്ചയാണ് പെട്ടെന്ന് ഫീൽ ചെയ്തത്. ഒരു സ്ട്രക്ചർ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ വരുന്നത്. ഈ വീടിനെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു, താങ്കൾ എന്താ ചെയ്തിരിക്കുന്നത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു കൺവെൻഷണൽ വീട് പ്രതീക്ഷിച്ചാണ് വന്നിവിടെ വന്ന് പെട്ടെന്ന് ഈ ഒരു സാധനം, ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ അപ്പീല് വളരെ വലുതാണ്. ഒരു സല്യൂട്ട് താങ്കൾ അർഹിക്കുന്നു ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തത്. അതിപ്പം ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എലോൺ അല്ല, ഒരു ചുറ്റുമുള്ള കുറെ ആളുകളാണ്. അത് പറയുന്നുണ്ട്. എൻ്റെ ആർക്കിടെക്ട് പത്മകുമാർ, ജയഗോപാൽ, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണ്. അവരൊക്കെയാണ് ഈ ഐഡിയാസ് പറഞ്ഞത്. പിന്നെ വൈഫ്.
അല്ല, ഐഡിയാസ് എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. അത് എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആളുകൾ ധൈര്യപ്പെടാറില്ല. ഒന്ന് അതിൻ്റെ ഒരു പ്രായോഗികമായിട്ട് ഒത്തിരി ഡിഫിക്കൽട്ടി ഉണ്ട്. അതെ. അപ്പോൾ നമ്മൾ വെറുതെ ആ റിസ്ക് ഒക്കെ എടുക്കണോ എന്ന് വിചാരിക്കും. പക്ഷെ എന്തായാലും ഇത് വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം മരം നിൽക്കുന്ന സ്ഥലത്ത് മിയാവാക്കി വെക്കാമോ എന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ 2-3 പേരെങ്കിലും ചോദ്യം അയക്കും. അപ്പോൾ നമ്മൾ വെക്കാമെന്ന് പറയുമെങ്കിലും പലർക്കും അത് വിശ്വാസമാകാറില്ല. ഇതിപ്പോൾ ഒരു എന്താണ് ലിവിങ് എക്സാമ്പിൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഓണാട്ടുകരക്കാർക്ക് പൊതുവെ ഉള്ള ഒരു സ്വഭാവമാണ് ഈ കൃഷിയോടൊരു വലിയ താല്പര്യം. കാരണം പല ഓണാട്ടുകരക്കാർ, ഇപ്പോൾ കൊച്ചിയിൽ ഞങ്ങൾക്ക് ജോർജ് ഉമ്മൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ദുബായിൽ വലിയൊരു ബിസിനസ്മാനാണ്, ഓണാട്ടുകരയാണ്. അദ്ദേഹം അവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വീട് വെച്ചിട്ട് ആ വീടിൻ്റെ പുറകിൽ ഇപ്പോൾ ഒരു 8 സെൻറ്റ് സ്ഥലത്ത് 6 സെൻറ്റ് സ്ഥലത്ത് ഒരു വലിയ മിയാവാക്കി ഫോറസ്റ്റ് വെച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലൊരു വുഡ് ഹൗസും അതിനകത്ത് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചൈൽഡ്ഹുഡാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. തീർച്ചയായിട്ടും അത് ആ ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നു ആ ലാൻഡിനോടുള്ള ഒരു ബന്ധം കൂടെ ഒരു ഫാക്ടറാണെന്ന് തോന്നുന്നു. എവിടെ പോയാലും തിരിച്ച് റൂട്ട്സുമായിട്ടുള്ളൊരു ബന്ധം വിടാത്തവരാണ് ഓണാട്ടുകരക്കാരെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഒരു ടൈം ടെസ്റ്റഡ് പോലെയാണത്. ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു മട്ടിലാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ട്, ഇതിനോട് ചേർന്ന ഒരു മിയാവാക്കി ഫോറസ്റ്റ് ഉണ്ട്. ഈ മിയാവാക്കി ഫോറസ്റ്റ് ഒരു സാധാരണ മിയാവാക്കി ഫോറസ്റ്റ് അല്ല, ഒരു എക്സിസ്റ്റിംഗ് മരങ്ങളുടെ ഇടയിൽ ഒരു മിയാവാക്കി ഫോറസ്റ്റ് വെച്ച് പിടിപ്പിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചാൽ ശരിയാവുമോ എന്നൊക്കെ സംശയമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 4 വർഷം എന്ന് പറയുമ്പോൾ ഇതൊരു ടൈം ടെസ്റ്റഡ് ആയി. അപ്പോൾ ഇത് വന്ന് കാണാനായിട്ട് ആരെങ്കിലും വരുന്നതിൽ വിരോധമുണ്ടോ, സന്തോഷമുണ്ടോ? ഒരു വിരോധമില്ല, വളരെ സന്തോഷമാണ്. ഒരു കാര്യമേ ഉള്ളൂ, ഒന്ന് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഉപകാരമായി. ഞാനിപ്പോൾ എപ്പോഴും ചുറ്റും കറക്കമൊക്കെ യാത്രയൊക്കെ ആയിരിക്കും, വിളിച്ചിട്ട് വന്നാൽ നമ്മളുടെ ഉപകാരമായിരുന്നു. അപ്പോൾ അതും നമുക്ക് ആളുകളോട് പറയാം, തീർച്ചയായിട്ടും ഒന്ന് കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. നമ്മൾ ഇത്രയും നേരം ശ്രീ പരമേശ്വരന് പറയാനുള്ള കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹവും പത്നി ശ്രീമതി അനിതാ പരമേശ്വരനും സസ്റ്റൈനബിലിറ്റിക്ക് വലിയൊരു മാതൃകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ നഗരങ്ങളിൽ താമസിച്ച് വരുന്ന പലർക്കും ഈ ചെറിയ പ്രദേശങ്ങളുടെ അസൗകര്യങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ സംസാരിക്കാറുണ്ട്. ആ അസൗകര്യങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ച് വൻനഗരങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പെട്ടുപോയല്ലോ എന്ന് പറയുകയൊക്കെ ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇവിടെ വളരെ താല്പര്യത്തോടെ അവരൊരു പുതിയ മോഡൽ, ഇത്രയും കാലം കേരളത്തിന് പുറത്ത് വലിയ സിറ്റികൾ മാത്രം ജീവിച്ച ആളുകൾ ഇവിടെ വന്ന് വളരെ മനോഹരമായ ഒരു വീട്, കാരണം ഇവിടെ 100 കോടിയുടെ 500 കോടിയുടെ ഒക്കെ വീട് വെക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ ആലോചിക്കുന്നത്. അപ്പം ഉപയോഗിച്ച സാധനങ്ങൾ പുനരുപയോഗം ചെയ്ത് ഇത്ര ഒരു വീട് ചെയ്ത് മാതൃകയാക്കിയ അവർക്ക് 2 പേർക്കും അഭിനന്ദനങ്ങൾ.